അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 213 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹുദൈബിയ സന്ധി ഭാഗം 1. ഈ ഒരു ഭാഗം മുതൽ ഹുദൈബിയ സന്ധിയെക്കുറിച്ചാണ് പറയുന്നത്. ഹുദൈബിയ സന്ധിയേക്കാൾ വലിയൊരു വിജയം ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. മറ്റേത് സന്ദർഭത്തെക്കാളും കൂടുതൽ ഇസ്ലാമിലേക്കുള്ള ഒഴുക്കുണ്ടായത് ആ കരാറിന് ശേഷമാണെന്നാണ്. അതിൻ്റെ വിജയത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ 48-ാമത്തെ അധ്യായത്തിൽ സൂറത്തുൽ ഫതഹിൽ പറയുന്നു, പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. നിശ്ചയമായും നിനക്ക് നാം വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു. നിന്റെ വന്നതും വരാനുള്ളതുമായ പിഴവുകളൊക്കെയും പൊറത്തു തരാനാണിത്. അല്ലാഹുവിന്റെ അനുഗ്രഹം നിനക്ക് തികവോടെ നിറവേറ്റി തരാനും നേരായ വഴിയിലൂടെ നിന്നെ നയിക്കാനും. അന്തസ്സുറ്റ സഹായം നിനക്കേകാനും. അല്ലാഹുവാണ് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ശാന്തി വർഷിച്ചതും അതുവഴി അവരുടെ വിശ്വാസം ഒന്നുകൂടി വർദ്ധിക്കാനാണിത്. ആകാശഭൂമികളിലെ സൈന്യം അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമല്ലോ. ഈ അധ്യായത്തിന് സൂറത്തുൽ ഫതഹ് വിജയം എന്ന് പേര് പറയപ്പെടാനുള്ള കാരണവും ഹുദൈബിയ സന്ധിയാണെന്നാണ് പറയുന്നത്. മക്ക വിജയത്തിന് വഴി തെളിയിച്ച ഈ സംഭവം നിമിത്തം വമ്പിച്ച നേട്ടങ്ങൾ ഇസ്ലാമിനുണ്ടായി. എത്രയോ അധികം ജനങ്ങൾ ഇസ്ലാമിനെ ആശ്ലേഷിക്കുവാനും മുസ്ലിങ്ങളും മുശ്രിക്കുകളും കുറേ കാലം ഇടകലർന്ന് സമാധാനപൂർവ്വം പെരുമാറാനും ഇസ്ലാമിനെ പറ്റി ജനങ്ങൾക്ക് പരിചയപ്പെടുവാനും അങ്ങനെ ഇസ്ലാമിന് കൂടുതൽ അനുകൂലമായ ഒരു അന്തരീക്ഷം കൈവരുവാനൊക്കെ ഇത് കാരണമായി എന്നുള്ളതാണ്. ഈ സന്ധിക്കും മക്ക വിജയം സംഭവത്തിനും ഇടക്കുള്ള 2 കൊല്ലക്കാലം കൊണ്ട് മുസ്ലിങ്ങളുടെ എണ്ണം അതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയോ അതിലധികമോ ആയി വർദ്ധിച്ചു എന്നുള്ളതാണ്. ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 1400 പേരാണ് ഉണ്ടായിരുന്നത്. മക്ക വിജയ സംഭവത്തിൽ പങ്കെടുക്കുന്ന സഹാബികളുടെ എണ്ണം ആ സമയത്ത് അപ്പോഴത്തേനും 10,000 വർദ്ധിച്ചിരുന്നു. ഇത് 2 വർഷത്തിന് ശേഷമുണ്ടായ ഒരു സംഭവമാണെന്ന് ഓർക്കണം. ഈ സന്ധിയാണ് അറേബ്യ മുഴുവനും ഇസ്ലാമിൻ്റെ രാജ്യമായി തീരുവാൻ വഴിവെച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഫതഹുൽ ഫതഹ് വിജയികളുടെ വിജയം എന്ന് പറയപ്പെടുന്നത്. അതായത് ഹുദൈബിയ സന്ധി മുഖേന അവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടായി എന്നുള്ളതാണ്. ഇതിനെ ഉസ്വത്തുൽ ഹുദൈബിയ എന്നും പറയപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ഒരു യുദ്ധമൊന്നും നടന്നിട്ടില്ല. എന്നാൽ പോലും പൊതുവായി അതിനെ ഹുദൈബിയ സന്ധി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഖന്തഖ് യുദ്ധത്തിന് ശേഷം ഹിജ്റ വർഷം 6 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൊരു സ്വപ്നം കാണുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോടൊപ്പം ഹറമിൽ പ്രവേശിക്കുന്നതും കഅബയുടെ താക്കോൽ വാങ്ങി അത് തുറക്കുന്നതും ഉംറ നിർവഹിച്ച് തലമുണ്ടനം ചെയ്യുകയും മുടിമുറിക്കുന്നതുമെല്ലാം സ്വപ്നം കാണുകയുണ്ടായി. അത് കണ്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞെട്ടി ഉണർന്നു. നമുക്കറിയാം പ്രവാചകന്മാരുടെ സ്വപ്നം എന്ന് പറയുന്ന വഹീ കൂടെയാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫതഹിലെ 27-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لقد صدق الله رسوله الرؤيا بالحق لتدخلن المسجد الحرام إن شاء الله آمنين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا
അള്ളാഹു തന്റെ ദൂതന് സത്യനിഷ്ഠമായ സ്വപ്നം കാണിക്കുകയും അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾ നിർഭയരായി തലമുണ്ഡനം ചെയ്തും മുടിവെട്ടിയും ഒന്നും പേടിക്കാതെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. തീർച്ച നിങ്ങൾ അറിയാത്തത് അവൻ അറിഞ്ഞു. അതിനാൽ ഇതുകൂടാതെ തൊട്ടുടനെ തന്നെ അവൻ നിങ്ങൾക്ക് മഹത്തായ വിജയം നൽകി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ഈ വിവരം സഹാബികളോട് പറയാണ്. അപ്പോൾ അവർ ഏറെ സന്തോഷിച്ചു. കാരണം കഴിഞ്ഞ 6 വർഷമായി അവർ മക്ക കണ്ടിട്ടില്ല, മുഹാജിറുകൾ. അതുപോലെ തന്നെ അൻസാറുകൾ ആദ്യമായിട്ടാണ് ഉംറക്ക് പുറപ്പെടുന്നത്. അപ്പോൾ അതേസമയം അതിയായ ആശങ്കയും അവർക്കുണ്ടായിരുന്നു. കാരണം അവർ മക്ക വിട്ടു പോകുന്ന ശേഷം ഖുറൈശികൾ നിരന്തരം മറ്റുള്ളവരെ കൊണ്ട് കൂട്ടിയിട്ട് മുസ്ലിങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കിടയിലേക്കാണ് പോകേണ്ടത്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം ലഭിച്ചതോടെ അവർ യാത്രക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ വസ്ത്രങ്ങളെല്ലാം അലക്കി വൃത്തിയാക്കി അതുപോലെ അൽ ഗസ്വ എന്ന ഒട്ടകത്തെ ഒരുക്കി യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയെക്കുറിച്ച് തൻ്റെ അനുയായികളോട് മാത്രമല്ല സഖ്യകക്ഷികളോടും അതിൽ പങ്കുചേരാൻ വേണ്ടി പറയാണ്. അപ്പോൾ മുനാഫിക്കുകൾ അതിൽ നിന്നും വിട്ടുനിന്നു. കൂടാതെ മദീനയുടെ ബദുക്കളായിട്ടുള്ള ഗോത്രവർഗ്ഗക്കാരും അതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നു. അപ്പോൾ സൂറത്തുൽ ഫത്തഹിൽ തന്നെ 11-ാമത്തെ ആയത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سيقول لك المخلفون من الأعراب شغلتنا أموالنا وأهلنا فاستغفر لنا يقولون بألسنتهم ما ليس في قلوبهم قل فمن يملك لكم من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا بل كان الله بما تعملون خبيرا. മാറി നിന്ന ഗ്രാമീണ അറബികൾ നിന്നോട് പറയും, ഞങ്ങളുടെ സ്വത്തും സ്വന്തക്കാരും ഞങ്ങളെ ജോലി തിരക്കുകളിൽ അകപ്പെടുത്തി. അതിനാൽ താങ്കൾ ഞങ്ങളുടെ പാപം പൊറുക്കാൻ പ്രാർത്ഥിക്കുക. അവരുടെ മനസ്സുകളിൽ ഇല്ലാത്തതാണ് നാവുകൊണ്ട് അവർ പറയുന്നത്. ചോദിക്കുക, അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവമോ ഉപകാരമോ വരുത്താൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി അവയെ തടയാൻ കഴിവുറ്റ ആരുണ്ട്? നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവയെ പറ്റി നന്നായി അറിയുന്നവനാണ് അള്ളാഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 സഹാബാക്കളുമായിട്ട് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടുകയാണ്. പതിവ് പോലെ ഭാര്യമാർക്കിടയിൽ നറുക്കിട്ടു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്കാണ് നറുക്ക് വീണത്. അങ്ങനെ ഉംറയ്ക്ക് വേണ്ടിയാണ് അവർ പോകുന്നത്. കൂടെ ബലിമൃഗങ്ങളായിട്ട് 70ഓളം ഒട്ടകങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഒന്ന് വെള്ളിയുടെ ചിറ്റ് മൂക്കിൽ ധരിച്ച അബൂജഹലിൻ്റെ ഒരു ഒട്ടകവും ഉണ്ടായിരുന്നു. ഇപ്പോൾ മദീനയുടെ ഉത്തരവാദിത്തം പതിവ് പോലെ തന്നെ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കും. ഹിജ്റ വർഷം 6 ദുൽഖഅദ് മാസം തിങ്കളാഴ്ച 1-ാം തീയതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഉംറ ചെയ്യാനായിട്ട് പുറപ്പെടുകയാണ്. അവരുടെ അടുക്കൽ സാധാരണ അണിയാറുള്ള വാളല്ലാതെ മറ്റ് ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ അടുത്ത പ്രാവശ്യം വീണ്ടും അവതരിപ്പിക്കാം. ഈ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.